ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വെറും 2 മിനിറ്റിൽ ഒരു 4 പേർക്ക് സെർവ് ചെയ്യാവുന്ന നല്ല ഹെവി ആയിട്ടുള്ള ഒരു പിസ്സ റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാവും. വളരെ സിമ്പിളായിട്ട് ഒരു 2 മിനിറ്റിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അല്ലേ. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യേണ്ട, ജസ്റ്റ് ഒരു പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനകത്തോട്ടേക്ക് ബട്ടർ നന്നായിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 4 പീസ് ബ്രെഡ് എടുക്കുക. അപ്പോൾ ബ്രെഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ജസ്റ്റ് കണ്ടോ ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ മിഡിലിൽ മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 പീസ് വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൊമാറ്റോ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് വറ്റൽമുളക് ചതച്ചിട്ടുള്ളത്, ചില്ലി ഫ്ലേക്സ് ആയിട്ട് നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങിക്കുന്നത് കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ടൊമാറ്റോ സോസും ചില്ലി ഫ്ലേക്സൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സോസിൻ്റെ ടേസ്റ്റ് അത്യാവശ്യം കയറി നിൽക്കണം, എന്നാൽ മാത്രമേ നല്ല രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ഇത്തിരി കൂടി സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി വറ്റൽമുളക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാൻഡ്വിച്ച് ചീസാണ്, ചെഡാർ ചീസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മൊസറല്ല ചീസോ ചെഡാർ ചീസോ സാധാരണ നമ്മുടെ സ്ലൈസ്ഡ് ചീസൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. കുറച്ച് ടൊമാറ്റോ സ്ലൈസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ നല്ല ഫ്ലേവർ, പിസ്സയുടെ ആ ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒറിഗാനോ ആണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഒറിഗാനോ ഇല്ലെങ്കിൽ നമ്മുടെ ഇറ്റാലിയൻ സീസണിങ് ഉണ്ടല്ലോ, അത് കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിൽ ഇപ്പോൾ ഒറിഗാനോ ഉണ്ടാവാറുണ്ട്, കാരണം ഗാർലിക് ബ്രെഡും ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതുപോലെ കുറച്ച് വറ്റൽമുളക് ചതച്ചത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കാം. വേറെ വെജിറ്റബിൾസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, ജസ്റ്റ് ടൊമാറ്റോ തന്നെ ധാരാളമാണ്. ഇനി മുകളിലും കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കഴിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഒരു കഴിക്കുമ്പോൾ തന്നെ ആ ഒരു നല്ല ഫ്ലേവർ ആയിരിക്കും, ചീസിൻ്റെയും സോസിൻ്റെയും ടൊമാറ്റോയുടെയൊക്കെ കൂടിയിട്ട്. ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് ജസ്റ്റ് 1 മിനിറ്റ് കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ബ്രെഡ് കരിഞ്ഞു പോകും. 1 മിനിറ്റ് തുടങ്ങി ഒരു 1.5 മിനിറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും സംഭവം അങ്ങ് സെറ്റായി കിട്ടും. നമ്മുടെ ചീസൊക്കെ മെൽറ്റായി ടൊമാറ്റോ ഒക്കെ അത്യാവശ്യം കുക്കായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കാണുമ്പോൾ തോന്നും ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത്, കാരണം മറ്റുള്ള നോൺ വെജ് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല അല്ലേ. പക്ഷേ ഇത് കഴിക്കാൻ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒത്തിരി പണിയെടുത്ത് പിസ്സ തയ്യാറാക്കി എടുക്കാൻ നിൽക്കില്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവർ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും, അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.